ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഒരു ഇറ്റാലിയൻ ഡിഷൊക്കെ കടന്നു വരുന്നത്. മാത്രമല്ല ഇന്നത്തെ ഈ ഡിഷിലെ ഈ ഒരു കോമ്പിനേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒറിജിനേറ്റ് ചെയ്ത ഫുഡുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ എഫേർട്ടിന് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. സ്ഥിരം കഴിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പുതിയൊരു ടേസ്റ്റ് നൽകുന്ന, പുതിയൊരു രുചി നൽകുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയത്. കാര്യം ഇതൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് എന്നുണ്ടെങ്കിലും ഇതിലെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. മാത്രമല്ല ഇവരുടെ ആ ഒരു മെനു കാർഡ് കണ്ടപ്പോഴാണ് ഇവർക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, പല കോണ്ടിനെൻറ്റിൽ നിന്നുള്ള സ്പെഷ്യാലിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്തത് ഈ ഒരു ഐറ്റമാണ്. ഇതിൽ വെജ് വേർഷൻ വേണ്ടവർക്ക് പനീറും, അല്ല നോൺ വെജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിക്കനാണ് ലഭിക്കുന്നത്. ഇതിൽ ഫുള്ളും ഉണ്ട്, ഹാഫും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾക്ക് കഴിക്കാനായിട്ട് ഹാഫ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹാഫ് നോൺ വെജാണ് ഓർഡർ ചെയ്തത്. പിന്നെ പൊതുവേ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നമുക്ക് സ്പൂണും ഫോർക്കാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഫോർക്കിന് പകരം ചോപ്സ്റ്റിക്കാണ് ലഭിച്ചത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും വലിയ പിടിപാടില്ല. എങ്കിലും അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തന്നെ വിചാരിക്കുന്നു. അധികം വൈകാതെ തന്നെ ആവി വറക്കുന്ന ഐറ്റംസ് നമ്മളുടെ മുന്നിലേക്ക് എത്തി. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. ഇതിലിപ്പോൾ സ്പഗറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു ഡിഷ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ചോപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര മോശമില്ലാത്ത രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു അഹങ്കാരം. പിന്നെ ആ മാഷ്ഡ് പൊട്ടറ്റോ ആയാലും എല്ലാം ഒരു പുതിയ ഒരു അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ, അതായത് കാരം സ്പെഷ്യൽ സോസ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സോസുമാണിത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഐറ്റത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റമായിട്ടുള്ള ഈ ഗ്രിൽഡ് ചിക്കൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അറബിക് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആയിരിക്കും ചിക്കൻ്റെ. പക്ഷേ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അറബിക് ഫ്ലേവർ അല്ല ലഭിക്കുക, ഒരു വെസ്റ്റേൺ ഫ്ലേവറാണ് എനിക്ക് ലഭിച്ചത്. ഇനി മാഷ്ഡ് പൊട്ടറ്റോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് എന്നൊന്നും എനിക്കറിയില്ല. അത് അറിയാവുന്നവർ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. സ്പഗറ്റി എനിക്ക് അത്ര പൊതുവെ താല്പര്യമില്ലാത്ത ഒരു സാധനമായിരുന്നിട്ട് കൂടിയും പക്ഷേ ഈ ഒരു ഡിഷിൽ ഈ മാഷ്ഡ് പൊട്ടറ്റോയും ഈ സോസും ഈ ഒരു ചിക്കൻ്റെയും ഈ ഒരു ഡിഷിൽ ഈ ഒരു കോമ്പിനേഷനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വലിയൊരു ചിക്കൻ ബ്രസ്റ്റ് പീസോ അല്ലെങ്കിൽ ഒരു വലിയൊരു ലെഗ് പീസോ ആണ്. പക്ഷേ ഇതൊരു ചിക്കൻ സ്റ്റീക്കാണ്. ഇന്നത്തെ ഈ ഒരു ഡിഷിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. ഇത് ലൊക്കേഷൻ വരുന്നത് കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ്. കഫേ കാരം റെസ്റ്റോറൻ്റ് ആണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.